എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് രമേഷ്. ഞാൻ ഗുരുവായൂർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു പുതിയ വാഹനം വാങ്ങിക്കുക, അതിന് മനസ്സിനുണ്ടെങ്കിൽ ഒരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടുക എന്നുള്ളത്. പല ആളുകളും പല സംശയങ്ങളായി ചോദിക്കാറുണ്ട്. ഒരു വാഹനം ആരാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, എവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്, നമുക്ക് പറ്റിയ നമ്പർ എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യും, അതിന്റെ പ്രൊസീജിയറുകൾ എന്തെല്ലാമെന്ന് ആ സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. വാഹനം ആരാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? നിയമപ്രകാരം ഒരു വാഹനം ടെമ്പററി രജിസ്റ്റർ ചെയ്ത് അപേക്ഷകന് തരേണ്ട ഉത്തരവാദിത്വം വാഹന ഡീലറിൽ നിക്ഷിപ്തമാണ്. ഒരു വാഹന ഡീലർ ടെമ്പററിയായി രജിസ്റ്റർ ചെയ്ത വാഹനം പെർമനന്റ് ആയി രജിസ്റ്റർ ചെയ്യേണ്ട ഉത്തരവാദിത്വം അപേക്ഷകനാണ്. അടുത്തത്, എവിടെയാണ് വാഹനം രജിസ്റ്റർ ചെയ്യേണ്ടത്? അപേക്ഷകന്റെ പെർമനന്റ് അല്ലെങ്കിൽ ടെമ്പററി അഡ്രസ് ഉള്ള RTO അല്ലെങ്കിൽ സബ് RTO ഓഫീസിലാണ് ഒരു വാഹനം നാം പെർമനന്റ് ആയി രജിസ്റ്റർ ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഒരു വാഹനം രജിസ്റ്റർ ചെയ്യേണ്ടത്? ഒരു വാഹനം വാങ്ങുന്നതിന് മുമ്പായി ചില മുന്നൊരുക്കങ്ങൾ നാം നടത്തേണ്ടതുണ്ട്. അതിൽ ആദ്യത്തെ, നാം ഒരു വാഹനം സെലക്ട് ചെയ്യുക. പല ഫീച്ചേഴ്സുള്ള പല പല വാഹനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അനുസൃതമായിട്ടുള്ള ഒരു വാഹനം ആദ്യമായി നാം സെലക്ട് ചെയ്യുക. അത് ചെയ്യുന്ന സമയത്ത് വാഹനത്തിന്റെ ആഫ്റ്റർ സെയിൽ സർവീസുകൾ നാം സെലക്ട് ചെയ്യണം. അതേപോലെ ഏത് ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്കാണ് വാഹനം നാം വാങ്ങിച്ചു കൊടുക്കുന്നത് എന്ന കാര്യങ്ങളും നാം ചിന്തിക്കുക. അടുത്തതായി, ചില ഡോക്യുമെന്റുകൾ നാം വാഹനം വാങ്ങുന്നതിന് മുമ്പായി നാം റെഡിയാക്കേണ്ടതുണ്ട്. അതിലേറ്റവും ആദ്യത്തെ ഡോക്യുമെന്റ് നമ്മുടെ അഡ്രസ് ബുക്കാണ്. ആധാർ കാർഡ്, ഇലക്ഷൻ ID കാർഡ്, പാസ്പോർട്ട്, ലോക്കൽ ബോഡി തരുന്ന സർട്ടിഫിക്കറ്റുകൾ, ഇതാണ് ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുന്ന അഡ്രസ് ബുക്കുകൾ. അടുത്തതായി, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ജനന തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ്, പാസ്പോർട്ട്, പാൻ കാർഡ്, ലോക്കൽ സ്കൂൾ സർട്ടിഫിക്കറ്റ്. ഇതൊന്നുമില്ലാത്ത ആളുകളാണെങ്കിൽ ഗവൺമെന്റ് നോട്ടറിയുടെ അഫിഡവിറ്റോ ഏജ് സർട്ടിഫിക്കറ്റോ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ വാഹനത്തിന്റെ വില 5 ലക്ഷത്തിന് മുകളിലുള്ളതാണെങ്കിൽ നിർബന്ധമായും നാം പാൻ കാർഡ് കൂടി ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതും കൂടി നാം കരുതേണ്ടതാണ്. ഇത്ര ഡോക്യുമെന്റുകളോടൊപ്പം തന്നെ നാം നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫ്, അതേപോലെ ഇമെയിൽ ഐഡിയും നിങ്ങളുടെ ഒരു മൊബൈൽ നമ്പറുകൾ, നിങ്ങൾ മെസ്സേജുകളെല്ലാം വരാൻ പര്യാപ്തമായിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ കൂടി നാം കരുതേണ്ടതാണ്. അടുത്തതായി, നാം ഒരു വാഹനം വാങ്ങുവാനായി ഒരു ഡീലറുടെ അടുത്തേക്ക് പോവുകയാണ്. ഡീലറുടെ അടുത്ത് നാം മുമ്പ് കരുതിയിരിക്കുന്ന എല്ലാ ഒറിജിനൽ ഡോക്യുമെന്റുകളും സമർപ്പിക്കുക. ഡീലർ പരിവാഹൻ.gov.in എന്നുള്ള ഒരു സൈറ്റിൽ അപേക്ഷ സമർപ്പിക്കുകയും അതിനുശേഷം ഒരു ഫോം ഡിസ്ക്ലൈമറും അപേക്ഷ ഫോം 20യും പ്രിന്റ് ഔട്ട് എടുത്ത് അപേക്ഷകന് നൽകുകയും ചെയ്യുന്നതാണ്. ഈ ഫോം ഡിസ്ക്ലൈമർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ്. ഈ ഫോമിലാണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വാഹനം, അതിന്റെ എഞ്ചിൻ നമ്പർ, ചേസിസ് നമ്പർ, വില, നിങ്ങളുടെ അഡ്രസ് മുതലായ കാര്യങ്ങളെല്ലാം അതിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ നാം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വാഹനം നാം ഫിസിക്കലായിട്ട് വെരിഫൈ ചെയ്യുകയും അതിന് മെക്കാനിക്കൽ കണ്ടീഷൻ എല്ലാം ഉറപ്പാക്കിയതിനു ശേഷം എഞ്ചിൻ നമ്പർ, ചേസ് നമ്പർ എല്ലാം ഉറപ്പാക്കിയതിനു ശേഷം ഒപ്പിട്ട് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ഉണ്ടാകുന്ന ഡിസ്പ്യൂട്ടുകൾ ഒഴിവാക്കാനായി ഇത് നമുക്ക് അത്യാവശ്യമാണ്. അതിനുശേഷം ഫോം 20 ഒപ്പിട്ട് നൽകുകയും ഫോം 20യിൽ ബാങ്കിന്റെ ലോൺ അല്ലെങ്കിൽ ഹൈപ്പോത്തിക്കേഷൻ ഉണ്ടെങ്കിൽ നാം അതാത് ബാങ്കിൽ കൊടുത്ത് അത് സർട്ടിഫൈ ചെയ്ത് വാങ്ങിക്കുകയും ചെയ്യേണ്ടതാണ്. ഫോം ഡിസ്ക്ലൈമറും ഫോം 20യും ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡീലർ ഈ വാഹനത്തിന്റെ ടെമ്പററി രജിസ്ട്രേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഡീലർ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ഫീസ്, വാഹനത്തിന്റെ റോഡ് ടാക്സ്, സെസ് മുതലായവ റിമിറ്റ് ചെയ്യുകയും ഈ വാഹനം ടെമ്പററി രജിസ്ട്രേഷനായി ഓൺലൈൻ ആയിട്ട് അപേക്ഷ അതാത് RTO അല്ലെങ്കിൽ ജോയിന്റ് RTO ഓഫീസിലേക്ക് അയക്കുകയും ചെയ്യുന്നു. മറ്റ് ന്യൂനതകളൊന്നുമില്ലെങ്കിൽ 3 ദിവസത്തിനകം അപേക്ഷകന്റെ അപേക്ഷ പ്രോസസ് ചെയ്യുകയും അപേക്ഷകന് ടെമ്പററി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഈ വിവരം അപേക്ഷകന്റെ മൊബൈലിലേക്ക് അല്ലെങ്കിൽ മെയിലിലേക്ക് മെസ്സേജ് ആയി വരികയും ചെയ്യുന്നതാണ്. ഇങ്ങനെ ടെമ്പററി ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വാഹനം മാത്രമേ ഒരു ഡീലർക്ക് വിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ടെമ്പററി രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ വാഹനം വാങ്ങുവാനായി ഡീലറുടെ അടുത്തേക്ക് പോകാവുന്നതാണ്. ഡീലറുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഡീലർ വാഹനത്തോടൊപ്പം താഴെ പറയുന്ന ഡോക്യുമെന്റുകളായിട്ട് വാഹനം ഡെലിവറി നടത്തുന്നതാണ്. ഒന്നാമത്, നാം വാഹനത്തിനടച്ച ഫീസ്, റോഡ് ടാക്സ്, സെസ്സിന്റെ സർട്ടിഫിക്കറ്റ്. രണ്ടാമത്, വാഹനത്തിന്റെ ടെമ്പററി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. മൂന്നാമത്, ഫോം ഡിസ്ക്ലൈമർ, അതിൽ വാഹനത്തിന്റെ ചേസിസ് നമ്പർ ആലേഖനം ചെയ്തിരിക്കുന്ന ഫോം ഡിസ്ക്ലൈമർ ഫോം. വാഹനത്തിന്റെ സെയിൽ സർട്ടിഫിക്കറ്റ് ഫോം 21, നമ്മുടെ അപേക്ഷ ഫോം 20.
മാനുഫാക്ചർ നൽകുന്ന ഫോം 22 വാഹനത്തിന്റെ വിലയുടെ ടാക്സ് ഇൻവോയ്സ്. അതുകൂടാതെ ടൂ വീലർ ആണെങ്കിൽ ഹെൽമെറ്റ് ഫ്രീ ആയി നൽകി എന്നും അതിന് പ്രത്യേകമായിട്ട് വില ഈടാക്കിയിട്ടില്ല എന്നുള്ള സത്യപ്രസ്താവന. ഫോർ വീലർ തൊട്ടുമുതലായ വാഹനമാണെങ്കിൽ അതിന് ഫാസ്ടാഗ് ഘടിപ്പിച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ. ഇതോടൊപ്പം തന്നെ നമ്മൾ സമർപ്പിച്ചിരിക്കുന്ന അഡ്രസിന്റെയും ഏജ് പ്രൂഫിന്റെയും കോപ്പികളടക്കം വാഹന ഡീലർ വാഹനം നിങ്ങൾക്ക് ഡെലിവറി നടത്തുന്നതാണ്. ഈ സമയത്ത് ഒന്നും കൂടി ഡീലർ തന്നിരിക്കുന്ന ഡോക്യുമെന്റുകളും നമ്മുടെ വാഹനവുമായിട്ട് നാം ഫിസിക്കലായി നാം ഒത്തുനോക്കേണ്ടതാണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന വാഹനം, അതിന് എഞ്ചിൻ നമ്പർ, ചേസ് നമ്പറും നമുക്ക് തന്നിരിക്കുന്ന ഫോം 21 ആയിട്ട് ടാലി ആവേണ്ടതെന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം അപേക്ഷകനാണ്. ഇത്രയും കാര്യങ്ങൾ വാഹന ഡീലർ നമുക്ക് തന്നത് കഴിഞ്ഞാൽ നമ്മുടെ വാഹനം പെർമനന്റ് രജിസ്ട്രേഷനായി സജ്ജമായി. ഇനിയാണ് നാം പെർമനന്റ് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പോകുന്നത്. രണ്ട് രീതിയിൽ അപേക്ഷകന് പെർമനന്റ് ആയിട്ട് വാഹനം രജിസ്റ്റർ ചെയ്യാം. ഒന്ന് നോർമൽ നമ്പർ അലോട്ട്മെന്റ്, രണ്ട് ഫാൻസി നമ്പർ അലോട്ട്മെന്റ്. നോർമൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ റാൻഡമായി നൽകുന്ന ഒരു രജിസ്ട്രേഷൻ നമ്പർ, അത് അപേക്ഷ ലഭിക്കുന്നതാണ്. ഫാൻസി നമ്പർ എന്ന് പറഞ്ഞാൽ ധാരാളം ആളുകൾ സംശയമായി ചോദിക്കുന്ന ഒരു ഏരിയയാണ്. എങ്ങനെയാണ്, എന്താണ് ഫാൻസി നമ്പർ, എങ്ങനെയാണ് ഇത് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. ഫാൻസി നമ്പർ എന്ന് പറഞ്ഞാൽ ഓരോ ഓഫീസിലും ഒരു സെറ്റ് ഓഫ് റേഞ്ച് ഉണ്ട്. ആ റേഞ്ചിൽ പറ്റുന്ന നമ്പറുകൾ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ചെയ്യേണ്ടത് പരിവാഹൻ.gov.in എന്നുള്ള ഓൺലൈൻ സൈറ്റ് വഴിയാണ്. ഈ സൈറ്റ് സെലക്ട് ചെയ്യുക. അതിൽ ഓൺലൈൻ സർവീസിൽ ഫാൻസി നമ്പർ ബുക്കിംഗ് എന്ന ഒരു വിൻഡോ അവൈലബിൾ ആണ്. ഈ വിൻഡോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു യൂസർ ക്രിയേഷന്റെ ഫോം വരും. അതിൽ നമ്മൾ നമ്മുടെ മെയിൽ ID വെച്ച് ലോഗിൻ യൂസർ ക്രിയേറ്റ് ചെയ്യുക. യൂസർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപേക്ഷാ നമ്പറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ അവൈലബിൾ നമ്പർ അതിൽ കാണിക്കും. നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് റേഞ്ചിലുള്ള നമ്പർ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ, IFSC കോഡ് മുതലായി കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനത്തിന്റെ വില ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ സബ്മിഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ ഇതിന്റെ പ്രിന്റ് ഔട്ട് നമുക്ക് എടുത്ത് കയ്യിൽ സൂക്ഷിക്കാം. ഒരു നമ്പറിന് ഒന്നിൽ കൂടുതൽ അപേക്ഷകൾ ഉണ്ടെങ്കിൽ അത് അപേക്ഷാ സമയത്തിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അങ്ങനെയുള്ള നമ്പറുകൾ ഓൺലൈനായി ഓപ്ഷൻ എടുക്കാവുന്നതുമാണ്. സാധാരണഗതിയിൽ ശനിയാഴ്ച വൈകിട്ട് 4:30 മണി മുതൽ തിങ്കളാഴ്ച രാവിലെ 9:30 മണി വരെയാണ് ഈ പ്രോസസ് ഉള്ളത്. ഈ സമയത്ത് നമുക്ക് ഓൺലൈൻ ഓപ്ഷനിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടുകൂടി ഏറ്റവും കൂടുതൽ റേറ്റ് ബിഡ് ചെയ്ത ആൾക്ക് നമ്പർ അലോട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ബിഡിൽ ലേലം കൊള്ളാത്ത ആളുകൾക്ക് ആ പൈസ റിട്ടേൺ കിട്ടുന്നതുമാണ്. മറ്റു നമ്പറുകൾ ഇതിന് ഒന്നിൽ കൂടുതൽ അപേക്ഷ ഇല്ലാത്ത നമ്പറാണെങ്കിൽ ആ നമ്പർ അപേക്ഷകന് അലോട്ട് ചെയ്ത് കിട്ടുന്നതും ആ വിവരം അയാളുടെ മൊബൈലിലേക്കും മെയിലിലേക്കും മെസ്സേജായി ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നാം ഫാൻസി നമ്പർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 5 ദിവസത്തിനുള്ളിൽ നാം നമ്മുടെ വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. ഈ സമയത്തിനുള്ളിൽ നമ്മുടെ വാഹനം രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആ നമ്പർ ലാപ്സായി പോകാനും നാം അടച്ച പൈസ നഷ്ടപ്പെടുകയും ചെയ്യും. അത് ഒഴിവാക്കാനായി നിർബന്ധമായും 5 ദിവസത്തിനുള്ളിൽ നാം നമ്മുടെ വാഹനം പെർമനന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇനി എങ്ങനെയാണ് നമുക്ക് വാഹനം രജിസ്റ്റർ ചെയ്യുന്നതെന്ന് നോക്കാം. നോർമൽ നമ്പർ അലോട്ട്മെന്റ് ആയാലും ഫാൻസി നമ്പർ അലോട്ട്മെന്റ് ആയാലും ഡീലർ നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് ഓഫ് അപേക്ഷയോടൊപ്പം തന്നെ നമ്മുടെ 42 രൂപയുടെ ഒരു സെൽഫ് അഡ്രസ് എൻവലപ്പും കൂടി അറ്റാച്ച് ചെയ്യുക. ഈ അപേക്ഷ ഏത് ഓഫീസിലാണോ നാം വണ്ടി രജിസ്റ്റർ ചെയ്യുന്നത് ആ ഓഫീസിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്തും സ്ഥലത്തും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മുമ്പാകെ വാഹനം പരിശോധനയ്ക്ക് ഹാജരാക്കുക. ഈ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വാഹനം രേഖകളും പരിശോധിക്കുകയും മറ്റ് ന്യൂനതകളൊന്നുമില്ലെങ്കിൽ തത്സമയം തന്നെ അപേക്ഷകന് നമ്പർ അലോട്ട് ചെയ്ത് നൽകുകയും ചെയ്യുന്നതാണ്. ഇത്രയുമാണ് ഒരു നമ്പർ അലോട്ട്മെന്റിന്റെ പ്രോസസ്സുകൾ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് ടെമ്പററി രജിസ്ട്രേഷൻ കിട്ടി 1 മാസമാണ് നമുക്ക് ഈ വാഹനം രജിസ്റ്റർ ചെയ്യാനായിരിക്കും തന്നിരിക്കുന്ന സമയങ്ങൾ. ഈ സമയത്തിനുള്ളിൽ നമ്മൾ വാഹനം രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ 3000 രൂപ നമ്മൾ പിഴ ഈടാക്കേണ്ടതായിട്ട് വരും. ടൂ വീലർ ആണെങ്കിൽ 1 മാസത്തേക്ക് 300 രൂപയും 4 വീലർ ആണെങ്കിൽ 1 മാസത്തേക്ക് 500 രൂപ എന്നുള്ള നിരക്കിലും അതിന്റെ ഫൈനുകളുണ്ട്. അതുകൂടാതെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ വാഹനം മറ്റ് ക്രിമിനൽ കേസിലൊന്നും ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. അത് ഒഴിവാക്കാനായി ഈ പറഞ്ഞിരിക്കുന്ന 30 ദിവസത്തിനുള്ളിൽ നാം പെർമനന്റ് രജിസ്ട്രേഷൻ നമ്മൾ നടത്തിയിട്ടുണ്ടാവും. ഇതാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ട പ്രോസസ്സുകൾ. ഇനി ഒരു വാഹനം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലും ഒരു വാഹന ഉടമയുടെയും ഡീലറുടെയും ഉത്തരവാദിത്തങ്ങൾ തീരുന്നില്ല. വാഹനം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഉടമ ഡീലറുടെ അടുത്ത് വാഹനം കൊണ്ടുചെല്ലുകയും ഡീലർ ഇറക്കി മാറ്റാൻ പറ്റാത്ത ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് വാഹനത്തിൽ ഫിക്സ് ചെയ്യുകയും അതിന്റെ ഫോട്ടോ അടക്കം
ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ മോട്ടോർ വാഹന വകുപ്പിന് ഈ വാഹനത്തിന്റെ തുടർ നടപടികൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇങ്ങനെ നമ്പർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ വാഹനത്തിന് RC അനുവദിച്ചു കിട്ടുന്നതും ഇത് അപേക്ഷകന് പോസ്റ്റൽ മുഖാന്തരം അയച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ്. ഇതാണ് ഒരു വാഹനം രജിസ്റ്റർ ചെയ്യാനുള്ള പ്രോസസ്സുകൾ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം.